ഹലോ, ഞാനേ ഓൺലൈനിൽ നിന്നൊരു ഹെയർ കളർ പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അതിൻ്റെ റിവ്യൂ ആണ്. ഹെയർ കളറിങ് ചെയ്യാനുള്ള പ്ലാനാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് പാക്കറ്റിൻ്റെ പുറകുവശത്തായിട്ട് കാണാൻ പറ്റും. പാരഡൈസിൻ്റെ ആണ് കേട്ടോ, റബ്ബി വൈൻ എന്ന പേര്. അപ്പോൾ മൊത്തം ഇത് 3 പാക്കറ്റായിട്ടാണ് വരുന്നത്. നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ 3 പാക്കറ്റായിട്ട് അവർ തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണേ. പൊട്ടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അതിൽ 3 സാധനമുണ്ട്. ഒന്ന് നമ്മുടെ ക്രീം, അതായത് നമ്മുടെ ബ്ലീച്ച് മിക്സ് ചെയ്യാനുള്ള ക്രീം, ബ്ലീച്ചും മിക്സ് ചെയ്യാനുള്ള ക്രീമും ഹെയർ കളറും, ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഇത് 3 നമ്മുടെ ഒരു പാക്കറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തു. ഞാൻ അതിലേക്ക് ക്രീം അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഞാൻ ഇൻസ്ട്രക്ഷൻസൊക്കെ ഭയങ്കര കാര്യമായിട്ട് വായിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ടാണ് ക്രീം മിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ക്രീം എടുത്തിട്ടുണ്ട്, മൊത്തം എടുക്കുന്നുണ്ട്, പിഴിഞ്ഞ് മൊത്തം ഞാൻ എടുക്കുന്നുണ്ട്. ഈ ക്രീം എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ബ്ലീച്ച് അപ്ലൈ ചെയ്യണം. ബ്ലീച്ച് പൊടിക്കുകയാണ്. അത് പൗഡറാണ് കേട്ടോ ബ്ലീച്ച്. ക്രീമും പിന്നെ നമ്മുടെ ബ്ലീച്ച് പൗഡറാണ് വരുന്നത്. മണത്ത് നോക്കുന്നുണ്ട്, നല്ല മണമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പൊടിയാണ്, അതുകൊണ്ടാണ് പറക്കുന്നത്. ഓക്കെ, പിന്നെ അത് രണ്ടും കൂടി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ബ്ലീച്ചിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതങ്ങനെ കട്ട കെട്ടി കിടക്കാൻ പാടില്ല. മൊത്തം മിക്സ് ചെയ്ത് കറക്റ്റ് ക്രീം ടെക്സ്ചറിൽ തന്നെ അത് വരണം. ഒരുപാട് മിക്സ് ചെയ്താൽ മാത്രമേ നല്ല സൂപ്പറായിട്ട് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറേ നേരം മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ക്രീമിൻ്റെ ടെക്സ്ചർ ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് എങ്ങനെയാണ്, അത് ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തരിയില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുക, എൻ്റെ ഹെയറിൽ ചെയ്യേണ്ട. ഞാനിപ്പോൾ ഇത് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എൻ്റെ ഹെയറിൽ ഞാനിത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രയൽ ചെയ്യാനായിട്ട് ഡസ്റ്റ്ബിന്നിൽ നിന്ന് ഒരു ഹെയർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ തന്നെ ആയിരുന്നു, എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ജസ്റ്റ് ആ ഒരു ക്രീം, നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച ക്രീം തേക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം, ഇത് ബ്ലീച്ചാണ്, ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കളർ ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെക്കുന്നു. എനിക്ക് ഒരു 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ എൻ്റെ ഹെയറിൻ്റെ കളർ മാറി തുടങ്ങി. അതിൽ പറഞ്ഞേക്കുന്നത് 45 മിനിറ്റാണ്. അത്രയും വെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഹെയർ കളർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത്രയും ടൈം വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു കളറിലാണ് ലാസ്റ്റ് നമ്മളൊന്ന് ഉണക്കിയെടുത്തപ്പോഴത്തേക്ക് ഈ ഒരു കളറിലാണ് വന്നത്. ഇനി അതിൽ ആ ഒരു ബ്ലീച്ച് ഇട്ടതിൻ്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഈ കളർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലേ കറക്റ്റ് കളർ പിടിക്കത്തുള്ളൂ. ഒരു അരമണിക്കൂർ വെക്കണം ഹെയറിൽ. ദെൻ ഞാനത് വാഷ് ചെയ്ത് വന്നു. ഇങ്ങനെ ഒരു ലൈറ്റ് കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെയറിൽ അപ്ലൈ ചെയ്യാമെന്ന്. ഞാൻ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്തെടുക്കുന്നുണ്ട്. ഹെയർ കോംബ് ചെയ്ത് നന്നായിട്ട് കോംബ് ചെയ്ത് ജടയൊക്കെ കളഞ്ഞതിന് ശേഷം അകത്തെ സൈഡിൽ വരുന്ന ഹെയർ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അകത്തെ സൈഡിൽ വരുന്ന ഹെയർ, ഇത് ഇത്രയും പോർഷൻ ഒന്ന് എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട് ഹെയറിൽ, പക്ഷേ അറിയാൻ പറ്റത്തൊന്നുമില്ല. ഫ്രണ്ട് പോർഷനിൽ കുറച്ച് മുടി കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ പുറകിൽ കുറച്ച്, അങ്ങനെ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഞാൻ 2 സൈഡും ബണ്ണ് വെച്ച് കെട്ടി വെക്കുന്നുണ്ട്. അതിൻ്റെ അളവ് കറക്റ്റ്, എഡ്ജിൽ വരുന്ന അളവ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബണ്ണ് വെച്ച് കെട്ടി വെക്കുന്നത്. ഒരുപാട് പ്രൊഫഷണലായിട്ടൊന്നുമല്ല ചെയ്യുന്നത്, സാധാരണ പോലെ ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ മുടി കാണുമ്പോൾ അറിയാം, അതിൽ ഓൾറെഡി ബ്ലീച്ചിൻ്റെ അംശം കാണുന്നുണ്ട്. അത് മുമ്പ് ഹെയർ കളർ ചെയ്തതിൻ്റെയാണ്. അപ്പോൾ ഞാൻ അതിലൂടെ കുറച്ച് ബ്ലീച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഹെയറിലും ബ്ലീച്ച് അപ്ലൈ ചെയ്തു. ഇത് പെട്ടെന്ന് തന്നെ എൻ്റെ കളർ മാറുന്നുണ്ട്. എനിക്ക് ഒരു 10 മിനിറ്റിന് കഴിയുമ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇത് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് ഹെയർ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്യണം. അതിന് പിന്നെ ബണ്ണ് വെച്ചിട്ട് 2 സൈഡും കെട്ടി കൊടുക്കുന്നുണ്ട്. അത് ബണ്ണ് വെച്ച് കുറച്ച്, അതായത് നേരത്തെ ബൺ ചെയ്തതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി കയറ്റി വെച്ചിട്ടാണ് ചെയ്തിട്ട് ബണ്ണ് കെട്ടിയിടുന്നത്. ദെൻ അതിൽ പിന്നെ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ കളറിങ് ക്രീം. ഞാനത് വേറെ ബൗളിൽ മാറ്റാനൊന്നും നിന്നില്ല, അതുപോലെ അങ്ങോട്ട് കൊടുത്തു. ഇതിങ്ങനെയാണ് ലാസ്റ്റ് അപ്ലൈ ചെയ്ത് വന്നപ്പോൾ
പിന്നെ ഞാൻ വാഷ് ചെയ്തപ്പോൾ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഡ്രൈ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു കിടന്നിരുന്ന ഹെയർ കളറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രണ്ടിൽ വെട്ടിയിട്ടാൽ കുറച്ച് മുടിയിലും കൂടി ചെയ്യാമെന്ന്. അപ്പോൾ ഫ്രണ്ടിൽ വെട്ടിയിട്ട ഒരു പോർഷനിലും കൂടി ഞാൻ കളർ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. നേരത്തെ കാട്ടി നല്ല വ്യത്യാസമുള്ള ഹെയറിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.